ആ സാർ, സാറേ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, ഞാൻ ചെയ്യാം സാർ. ഓക്കെ സാർ, ഇങ്ങോട്ട് മാറില്ല. നിനക്ക് ഈ രാവിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് എന്തോടാ പരിപാടി? ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനുടെ മുന്നിൽ കൂടി ഒരു ദിവസം എത്ര ട്രെയിൻ വരുന്നു പോകുന്നു എന്ന് നമുക്ക് അറിയണ്ടേ സാർ? പിന്നെ തീർച്ചയായിട്ടും അറിയണം. അതുകൊണ്ട് ഞാൻ ട്രെയിൻ എണ്ണാൻ പോയതാണ് സാർ. ആഹാ, വൈകുന്നേരം ആകുമ്പോൾ കേന്ദ്രമന്ത്രി വിളിച്ച് നിന്റെ അടുത്ത് ചോദിക്കുമല്ലോ എത്ര ട്രെയിൻ പോയെന്നുള്ളത്. എടാ, ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തിരിക്കുന്ന ബൈക്ക് മോട്ടിക്കുന്ന നീല്ലോടാ. ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ ജനത്തിന് ഞാൻ നൽകുന്ന ഒരു നന്മയാണ് സാർ അത്. എന്ത് നന്മയാണാവോ? നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ബൈക്കുകൾ ഇങ്ങനെ അടുക്കി ഞെരുങ്ങിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒരാളിനെ വന്ന് ബൈക്ക് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൈക്ക് എടുത്ത് മാറ്റി പൊളിച്ചു കൊടുക്കും. അല്ല, ഞാൻ എടുത്ത് മാറ്റി കൊടുക്കും. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് സമൂഹത്തോട് ചില പ്രതിബദ്ധതകളുണ്ട് സാർ. പിന്നെ നിനക്ക് എന്തൊരു പ്രതിബദ്ധതയാണെന്ന് അറിഞ്ഞില്ലേ സാർ? നമ്മുടെ സമൂഹത്തിലെ യുവാക്കളുടെ ഇടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതം കൊണ്ടാണ് സാർ. അതിന്റെ പ്രധാന കാരണം ഉറക്കമില്ലായ്മയാണ് സാർ. അത് ശരി. അപ്പൊ ഈ ഉറക്കം വന്നിട്ട് ഉറങ്ങാതിരിക്കുന്നതോ? അത് വിവരമില്ലായ്മ. എടാ, രാത്രി മൊത്തം നീ ഇങ്ങനെ കണ്ട വീടുകളിൽ നേരെ മോട്ടിൽ നടന്നിട്ട് പകല് മൊത്തം കിടന്നങ്ങ് ഉറങ്ങുമല്ലേ? പകല് ഞാൻ ഉറങ്ങൂല സാർ. പിന്നെ പകൽ എനിക്ക് മാല പൊട്ടിക്കാൻ പോണം, പാറ പൊട്ടിക്കാൻ പോണം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ജീവിക്കണ്ട സാർ. തീർച്ചയായിട്ടും ജീവിക്കണം. എടാ, നീ കല്യാണം കഴിച്ചതാണോ? കഴിച്ചു സാർ. എത്ര പിള്ളേരുണ്ട് നിനക്ക്? സാർ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് 7 മക്കളുണ്ട് സാർ. എടാ, നിന്റെ ഭാര്യയോട് നിനക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോടാ? അതിന്റെ ഇടയ്ക്കൂടെ എവിടെന്തിനാ ഇത് വിളിക്കുന്നേ? ഹലോ ചേട്ടാ, എനിക്ക് എന്റെ മാല എപ്പോ എടുത്തു തരും? എടി, നിന്റെ അടുത്ത് വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പണം എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് അതൊന്നും പറഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല. വേണ്ട വേണ്ട വേണ്ട. വേണ്ടെങ്കിൽ പിന്നെ നീ ഇത്രയും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് വെച്ചിട്ട് പോടി അവിടുന്ന്. ഇവിടെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമായല്ലേ. ഇങ്ങോട്ട് മാറിക്കടാ. എടാ, അയ്യോ അയ്യോ അയ്യോ, സാർ എന്തിനാ സാർ എന്നെ അടിച്ച? സാറിന്റെ പെണ്ണുമല്ലേ പോയി ഇടിച്ചോട്ടെ? എടാ, നിന്നെ തല്ലിയപ്പോ നീ എന്നെ തിരിച്ചു തല്ലിയോ? ഇല്ല. അവള് തിരിച്ചു തല്ലു. എടി, എന്തുവാ? ചേട്ടാ, 4 മണിക്കാണ് എനിക്ക് ഫംഗ്ഷന് പോകാനുള്ളത്. അവിടെ ചെല്ലുമ്പോ എല്ലാരും എന്റെ കഴുത്തിന് ചുറ്റും നോക്കത്തില്ലേ? എല്ലാരും നിന്റെ കഴുത്തിന് നോക്കാം. നീ എന്തോ ജിറാഫ് വല്ലോ ആണോ? എനിക്ക് അതൊന്നും കേക്കണ്ട. കേക്കണ്ടെങ്കിൽ ഫോൺ വെച്ചിട്ട് പോടി നിന്റെ കാര്യം നോക്കിട്ട്. സാറിന് ഞാൻ അങ്ങ് ക്ഷണിക്കണമായിരിക്കും. എടാ, ഇവിടൊക്കെ ഒരു കാര്യം. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ചുറ്റിത്തിരിഞ്ഞ സ്ഥിതിക്ക് നീ എന്തെങ്കിലും കൂടായി പൊപ്പിച്ച് കാണും. നിനക്കെത്തടാ വയ്യേ? നീ കൊണ്ടങ്ങ് കേറുവാന്നല്ലേ? ഇങ്ങോട്ടാ. എന്തോടാ? സാർ, എന്റെ കിഡ്നിയാണ്, പൊട്ടിക്കരുത്. എന്തോടാ? പാൻപരാഗ്. പാൻക്രിയാസ്. എന്താ പാൻക്രിയാസ് എന്തോടാ കിലുങ്ങുന്നേ? സാർ, എനിക്കൊരു അസുഖമുണ്ട് സാർ, കിലുങ്ങോ മാനിയ. ഞാൻ കേട്ട നിന്റെ കിലുക്ക ഇപ്പൊ ഇവിടെ നിൽക്കും. എറാത് എറാ ഇങ്ങോട്ട്. ഇതാണ് നിന്റെ പാൻക്രിയാസ്. ഇത് എവിടുന്ന് മുട്ടിച്ചാടാ? സാർ, ഇത് എന്റെ സ്വന്തം മാലയാണ് സാർ. കള്ളം പറയരുത്. ഇതെന്തോടാ പൊട്ടിയിരിക്കുന്നേ? സാർ, അത് ഞാൻ ഒട്ടിക്കാൻ കൊണ്ടുവന്നാണ് സാർ. സത്യം പറടാ, ഇത് ആരുടെ മാലയാടാ ഇത്? സാർ, ഇത് എന്റെ ഭാര്യ എന്റെ കല്യാണത്തിന് എനിക്ക് ഇട്ട് തന്നാണ് സാർ. ഭാര്യ നിന്റെ കഴുത്തി കിട്ടുന്ന മാല വെക്കാത്ത എവിടുന്നാടാ ഈ താലി വരുന്നത്? സാറേ, ഞങ്ങളുടെ തറവാട്ടിൽ ഭാര്യമാരാണ് സാർ നമുക്ക് താലി കെട്ടുന്നത്. അപ്പൊ നിന്റെ വീട്ടിൽ നീ നിന്റെ ഭാര്യ എന്തോ വിളിക്കുന്നേ? ഞാൻ ചേട്ടാന്ന് വിളിക്കും. എടാ, നല്ലൊരു പ്രത്യേക ഇനത്തിൽപ്പെട്ടൊരു തറവാടാ. നിന്റെ തറവാട്ടിൽ ആണുങ്ങളാണോ പ്രസവിക്കുന്നത്? അത് എല്ലാം കൂടെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഊപ്പാട് വന്നു സാർ. എങ്കിലും നിന്റെ ഊപ്പാട് വരും. ജോട്ടാ, നീങ്ങലടാ. പറടാ, ഇത് എവിടുന്ന് പൊട്ടിച്ചാ? സാറേ, സാറിനിപ്പോ ഒരു മാലയുടെ പ്രശ്നം ഉണ്ടല്ലേ? അതെന്റെ പ്രശ്നം, അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. സാർ ഈ മാല കൊണ്ടുപോയി പെണ്ണുപിള്ളക്ക് കൊടുത്തിട്ട് ഫംഗ്ഷന് പോകാൻ പറ സാറേ. എന്നിട്ട് നാളെ എനിക്ക് തിരിച്ചു തന്നാ മതി. എടാ, ഒരു കള്ളനായ നീ മോട്ടിച്ചോണ്ടെന്ന മുതല് പോലീസുകാരനായ ഞാൻ എടുത്ത് എന്റെ സ്വകാര്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ? സാറ്, ഞാനിത് എന്റെ മാല തന്നെയാണ്. എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല. സാറേ, എന്റെ കണ്ണ് നോക്ക്. എന്റെ കണ്ണിനകത്ത് എന്തോ ചോരയുണ്ട്. നിന്റെ കണ്ണി ചോരയുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നാലും ഒരു കള്ളനായ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കൂടാ? സാറേ, കള്ളന്മാർ തെരുവട്ടികളാണ്. തെരുവട്ടികൾക്ക് ഉടയന്മാരില്ല. അപ്പൊ ഉടയന്മാർക്കോ? തെരുവട്ടികളും ഇല്ല. അല്ല, ദുൽഖർ സൽമാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ കാര്യം എന്തോ? ചുമ്മാ ഒരു ഫ്ലാക്കെന്ന് പറഞ്ഞു. ഇത് നിന്റെ തന്നെ ആണോടെ? സാർ, ഇത് എന്റെ തന്നെ സാർ. ധൈര്യമായിട്ട് കൊണ്ട് കൊടുക്കും സാറേ. ഉറപ്പ് തന്നെ ആണല്ലേ? അളിയൻ ധൈര്യമായിട്ട് പെണ്ണുപിള്ളക്ക് കൊണ്ട് കൊടുക്കളിയാ. അളിയണം. ഏതായാലും നമ്മൾ ഇത്രയൊക്കെ അടുത്തില്ലേ? അത്ര അടുപ്പൊന്നും വേണ്ട. നാളെ 10 മണി വരെയുള്ള ബന്ധമേ ഉള്ളൂ. എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ, സമാധാനമാവട്ടെ. എടേ, നീ വൈകിട്ട് 4 മണിക്ക് ഫംഗ്ഷന് പോകാൻ നേരം ഇതിലേക്കൂടെ വാ. മാലയും തന്നിട്ടേക്ക്. തൽക്കാലം ഒരെണ്ണം ഞാൻ ഒപ്പിച്ചു, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ശരി, ഓക്കെ. സാറേ, സാറേ, ഇത് പോലീസ് സ്റ്റേഷന്, കമ്പനി സ്റ്റേഷന്. കരയല്ലേ? അല്ല, അങ്ങോട്ട് പോയപ്പോ ഈ ടോൺ അല്ലായിരുന്നല്ലേ?
ആ തൂണ് സാറ് കണ്ടോ? അത് ഞാൻ കണ്ടു. ഞാൻ കണ്ടില്ലായിരുന്നു സാറ്. നിങ്ങളങ്ങ് കേറി കൊടുത്തല്ലേ? എന്തെങ്കിലും പരാതി ഉണ്ടോ കുട്ടിക്ക്? ഞാനായിട്ട് ചെന്ന് കേറി കൊടുത്തെടുത്ത് എന്തോ പരാതി പറയാനാ സാറേ? അതല്ല ചോദിച്ച, രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കേറി വന്ന് എന്തെങ്കിലും പരാതി പറയാനാണോന്ന്. സാറേ, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കയറി കിടക്കാന്ന് വിചാരിച്ചു? സാറേ, അങ്ങനെയാണെങ്കിൽ എന്റെ സെല്ലിട്ട് സാറേ, എനിക്ക് ഒറ്റ കിടക്കാൻ പേടിയാണ്. എനിക്കൊരു ശിക്ഷ ആവുമല്ലോ. ഇതെന്ത് വിചാരിച്ചു? ഇതെന്ത് കൃഷ്ണവിലാസം ലോഡ്ജോ? കുട്ടി പറയും. സാറേ, എന്റെ ഒരു മാല മോഷണം പോയി. ഞാൻ അതിന് പരാതി പറയാൻ വന്നതാ സാറേ. അത് പറയൂ. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കായംകുളത്തേക്ക് പോകാനായി ട്രെയിനിൽ കയറി ഇരിക്കുകയായിരുന്നു ഞാൻ. ആ സമയം ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അതിലേ വന്നൊരു കള്ളൻ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയി സാറേ. ഉറക്കൊഴിഞ്ഞ് തച്ചിന് കുത്തിയിരുന്ന കാണാതെ പഠിച്ചതല്ലേ? അതെ, ഈ മാല പൊട്ടിച്ചോണ്ട് പോയ മുഖം കുട്ടി കണ്ടായിരുന്നു? ചെറിയൊരു മിന്നായം പോലെ കണ്ടായിരുന്നു. അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ കുട്ടിക്ക് പറ്റും? പറ്റും. ഒന്നൊന്ന് പറഞ്ഞേ സാറേ, അവന്റെ കണ്ണുകള് സാറേ ആ പുള്ളിയുടെ അതേ കണ്ണുകളായിരുന്നു സാറേ. അതേ മൂക്കുകള്. മൂക്കുകളോ? അല്ല, ഒറ്റ മൂക്ക്. ഇതേ മൂക്ക് സാറേ. ഇവൻ തന്നെയാ സാറേ എന്റെ മാല മോട്ടിച്ച്. ഇവൻ ഒറ്റ സാറേ. ഹരിത സഹോദരി, ഹരിത മോഷ്ടിച്ചിട്ടില്ല, എന്നെ സംശയിക്കരുത്. ആ വാതിലടച്ച് അവിടെ ഗ്രില്ലിട്ട്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാർ. സാർ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കും സാർ. എന്നെ വിശ്വാസമില്ലെങ്കിൽ സാർ എന്നെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലേക്ക് കിടക്കും സാറ്. അല്പസമയം നിങ്ങൾക്ക് ഞങ്ങൾക്കും ഒരിടവേള. സാറേ, ഫസ്റ്റ് ഹാഫ് കേറി. ഇല്ല, ഇപ്പൊ കേറും. എന്റെ പൊന്ന് സാറേ, ഇന്ന് മാലയില്ലാതെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ. അതെ, കുട്ടിയുടെ മാലയെ കുറിച്ച് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി. തൽക്കാലം കുറിച്ച് 5 മിനിറ്റ് അങ്ങോട്ടൊന്നും മാറിയില്ല. നീ അവളുടെ മാല പൊട്ടിച്ചത് മതിയാവൂടാ. എന്റെ സാർ, ഞാനൊന്നും പൊട്ടിച്ചില്ല. നീ കള്ളം പറയരുത്. തൊണ്ടി മോല എവിടെ കൊണ്ട് താത്ര? നീ ആര്? കണ്ണു എവിടെ കൊണ്ട് വെച്ചാ തൊണ്ടി മോല്? ഏത് മഹാഭാവി മോഷ്ടിച്ചുകൊണ്ടുള്ള മുതലാണോടാ എന്നെ സഹായിക്കാൻ തന്നത്? ഇതിനകത്ത് ഞാനും പെട്ടല്ലോടാ. അവളെ വിളിച്ച് പറയുകയും ചെയ്ത് 4 മണിക്ക് ഇങ്ങോട്ട് വരാൻ. ശരിയാക്കി തരാം. അതെ കുട്ടി, സത്യത്തിൽ കുട്ടിയുടെ മാല മോഷണം പോയത്. സാറേ, എനിക്ക് എന്റെ മാലയില്ലാതെ ഒന്ന് വീട്ടിൽ ചെന്നാൽ എന്നെ കുനിച്ചു നിർത്തി കൂമ്പിരട്ടടിച്ച് പച്ചവെള്ളം പോലും തരാതെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും സാറേ. അതെ, കുട്ടിക്ക് പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോണോ അതോ നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയാൽ മതിയോ? എനിക്ക് എന്റെ മാല തിരിച്ചു തന്നാ മതി. മതിയല്ലോ. കുട്ടി ഇപ്പൊ ധൈര്യമായിട്ടൊരു കാര്യം വീട്ടിലോട്ട് പോക്കോ. കുട്ടിയുടെ മാല നാളെ 10 മണിക്ക് ഞാൻ തന്നിരിക്കും. ഉറപ്പായിട്ടും എനിക്ക് തിരിച്ചു കിട്ടുമോ സാറേ? ഉറപ്പായിട്ടും തന്നിരിക്കും. കുട്ടി എന്നെ വിശ്വസിച്ച് പൊക്കോളൂ. ശരി സാറേ. പിന്നെ പോകുന്നതിന് മുമ്പ് കുട്ടിയുടെ ആ ഫോൺ നമ്പറും അഡ്രസ്സും ഇവിടെ ഒന്ന് എഴുതിയിട്ട് പോണേ. ശരി സാറേ. ഹലോ. ഹലോ സാറേ. പറഞ്ഞോളൂ സാറേ, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ 5 പവന്റെ മാല മോഷണം പോയി സാറേ. പ്രതിയുടെ ഫോട്ടോ CCTV-യിൽ നിന്ന് എടുത്തിട്ട് സാറിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യണം സാറേ. ശരി, ഞാൻ നോക്കണം. എടാ മഹാഭാവി, CCTV-ന്ന് ഫോട്ടോ കിട്ടിയെന്ന് നിന്റെ എങ്ങാനും ആണോ എന്തോ? ഈ ആളെ നിനക്കറിയാവൂടാ? ഇതെനിക്കറിയാം സാർ. നിനക്കറിയാം? ഞാനും എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ ആളെ അറിയാവോ? അയ്യോ സാറേ, സാറിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണോ സാറേ? അല്ല, എന്റെ ഫോട്ടോ സാറിന്റെ ഫോണിൽ വന്നേക്കുന്നു. എന്റെ ഫോട്ടോ ഈ ഫോണിൽ എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞു തരാം. മാറിയില്ലടി. ഇവളൊക്കെ ഒരുങ്ങിക്കെട്ടി നേരം വെളുത്തിങ് ഇറങ്ങും മോട്ടിക്കാനായിട്ട്, ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കാൻ. നിനക്ക് വല്ല മനസ്സിലായോ? എടാ, രാവിലെ ഇവളൊരുത്തിയുടെ മാല പൊട്ടിച്ചോണ്ട് വന്നു. അതാണ് നീ മോട്ടിച്ചത്. എടാ, ഇവള് നിന്നേക്കാൻ വലിയ കള്ളിയാന്ന്. അത് ശരി, ശരിയാക്കി തരാം ഞാൻ. അതെ, നാളെ ഈ കളറിൽ ഒരു സാരി എടുക്കണേ. എന്തിന്? നമ്മളെല്ലാരും ഒരേ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, നമുക്ക് യൂണിഫോം വേണ്ടേ? ഹലോ, എടേ, നീ 4 മണിക്ക് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ മാലയല്ല, ഒരു തേങ്ങയില്ല. വരണ്ടെന്ന് പറഞ്ഞാ വരണ്ട. ഡിവോഴ്സ് എങ്ങനെ ഡിവോഴ്സ്? നീ എന്തോന്ന് വെച്ചാ ചെയ്യും. സാറേ, എപ്പോഴാ ഞാനല്ലേ സാർ ഇടിയുള്ളത്? ഇന്നൊരു ചേഞ്ചിന് വേണ്ടി എവിടെ ഇടിക്കും സാറേ? പെണ്ണുങ്ങൾ ഇടിച്ച വകുപ്പങ്ങ് മാറും. ഇത് നിനക്ക് തന്നെ അർഹതപ്പെട്ട. ഇവിടെ വന്ന് നിക്കടാ. സാറേ, എന്നെ ഒരു 2 മണിക്കൂറത്തേക്ക് പുറത്തേക്കൊന്ന് വിടാവോ? എന്തോതിന്? സാറിന്റെ ഭാര്യക്ക് 5 പവന് വരെ ഞാൻ ഒരു 10 പവന്റെ മാല എവിടെയെങ്കിലും പൊട്ടിച്ചോണ്ട് തരാൻ സാറേ. എല്ലാരും എനിക്ക് ഇങ്ങനെ അടി കൊള്ളാൻ വയ്യ സാറേ. എന്നാലും നീ നന്നാവാൻ തീരുമാനിച്ചിട്ടോ?
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.